ഹായ്, ഞാൻ മുഹമ്മദ് നിയാസ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലീനിയർ സെർച്ചിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ അടുത്ത വീഡിയോ ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ബ്രൗസർ എടുക്കാം. എന്നിട്ട് ലീനിയർ സെർച്ച് എന്താണെന്ന് പറഞ്ഞുതരാം. ലീനിയർ സെർച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അറേ നോക്ക്. നമുക്കൊരു അറേയിൽ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു മെത്തേഡാണ് ലീനിയർ സെർച്ച്. അതുപോലെ തന്നെ ബൈനറി സെർച്ച് ഉണ്ട്. അതൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. നമുക്ക് ലീനിയർ സെർച്ചിനെ കുറിച്ച് ഈ വീഡിയോയിൽ എടുക്കാം. അതായത് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത് നമ്മളൊരു അറേയിൽ ഇങ്ങനെ ഓരോ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യും. ഫസ്റ്റത്തെ വാല്യൂ ചെക്ക് ചെയ്യും, രണ്ടാമത്തെ വാല്യൂ ചെക്ക് ചെയ്യും, മൂന്നാമത്തെ വാല്യൂ ചെക്ക് ചെയ്യും. ഈക്വലാണ് നമ്മളൊരു ഐറ്റം ഒരു എന്നാ സെർച്ച് ചെയ്യേണ്ടത് അതും നമ്മൾ ഓരോ അറേയിലുള്ള ഓരോ വാല്യൂ ചെക്ക് ചെയ്യും, അത് ഈക്വൽ ആണോ എന്ന്. അപ്പോൾ ഈക്വൽ എവിടെയാണ് ഈക്വൽ അതിൻ്റെ ലൊക്കേഷന് കണ്ടുപിടിച്ചിട്ട് ഇന്നടുത്താണ് പറയാൻ പറ്റുന്ന രീതിയിലാണ് ലീനിയർ സെർച്ച് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 6ാമത്തെ ലൊക്കേഷനിലാണ് 20 കണ്ടുപിടിച്ചത്. അതായത് ഇവിടെ 0ലും 1ഉം ഇൻഡെക്സ് 2ഉം 3ഉം ഒക്കെ ചെയ്തിട്ട് 6ാമത്തെ ലൊക്കേഷനിലാണ് കിട്ടിയത്. ഇനിയിപ്പം ഇവിടെ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീനിയർ സെർച്ചിൽ ഓരോന്ന് ലാസ്റ്റ് വരെ ചെക്ക് ചെയ്യും. ലാസ്റ്റ് വരെ ചെക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ല എന്നെങ്കിൽ മാത്രമാണ് ഇല്ല എന്ന് പറയുള്ളൂ. എന്താണ് ലീനിയർ സെർച്ച്? നമുക്ക് ലീനിയർ സെർച്ചിൻ്റെ പ്രോഗ്രാമിലേക്ക് എടുക്കാം. ഓക്കെ, ലീനിയർ സെർച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നാൽ ഇതിപ്പോൾ ചെറിയ പ്രോഗ്രാമിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ അറേയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചെറിയ ഡാറ്റ സെറ്റ്, ചെറിയ ഡാറ്റ സെറ്റിൽ ഒരു എലിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലീനിയർ സെർച്ച് ആയിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇത് സോർട്ടഡ് അല്ലാത്ത കേസിലൊക്കെ ലീനിയർ സെർച്ചാണ് ബെറ്റർ. ഇനിയിപ്പോൾ ഇൻ കേസ് ഈ അറേ വലിയൊരു അറേ ആണെങ്കിൽ, നമ്മളിപ്പോൾ 1,00,000 എലിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോന്നിനും കണ്ടുപിടിക്കണം. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ 1,00,000 വരെ കണ്ടുപിടിക്കണം. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്കിനി ലീനിയർ സെർച്ച് എങ്ങനെയാണ് പൈത്തൺ പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് പൈത്തൺ ഓൺലൈൻ കമ്പൈലർ അടിച്ചു നോക്കാം. ഓക്കെ, പൈത്തൺ ഓൺലൈൻ കമ്പയർ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്താൽ ലീനിയർ സെർച്ച് ഫൈൻ. ലീനിയർ സെർച്ച് നമുക്ക് ലീനിയർ സെർച്ച് ആക്കുമ്പോൾ എന്തൊക്കെ ആർഗ്യുമെൻ്റ് അറേ വേണം, അതുപോലെ തന്നെ അറേൻ്റെ സൈസ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഏത് ഐറ്റമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള വേണം. ഏത് ഐറ്റം കണ്ടുപിടിക്കേണ്ടത് അതിന് ഐറ്റം എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്ത് പാരാമീറ്റർ ആയിട്ട്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ എലമെൻറ്റിനെ ആക്സ് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ്, നമുക്ക് 0 മുതലല്ല ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതൽ സൈസ് വരെ. സൈസ് കൂട്ടൂല, അറേൻ്റെ സൈസ് n വരെ, എന്നിൻ്റെ ഇപ്പുറത്തുള്ള വേരി വരെ ഇൻഡെക്സ് ആയിട്ട് കൂട്ടും. അതുവരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുവരെ നമ്മൾ ഇൻഡെക്സ് 0 മുതൽ ഇപ്പോൾ അറേൻ്റെ സൈസ് ഇവിടെ എത്രയാണ്? 9 ആണ്. 1 2 3 4 5 6 7 9 പക്ഷേ ലാസ്റ്റത്തെ വാല്യൂ 8 ആണ്. 8 വരെ നമ്മൾ അറേയിലുള്ള 8ാമത്തെ വാല്യൂ വരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, പോകണം. ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് ലീനിയർ സെർച്ച്. ഓക്കെ, ഫസ്റ്റത്തെ വാല്യൂ ചെക്ക് ചെയ്യാം. ഇഫ് അറേയിലുള്ള ഫസ്റ്റത്തെ വാല്യൂ ചെക്ക് ചെയ്യാം. അറേ ഓഫ് ഐ ഈക്വൽ ടു ഐറ്റം ആണോ ചെക്ക് ചെയ്യണം. അതായത് ഫസ്റ്റ് ഐ 0 ആയിരിക്കും, പിന്നെ 1 ആയിരിക്കും, 2 ആയിരിക്കും. ഓരോ കേസിലും അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഐറ്റം ഈക്വൽ ആണ് നിൽക്കും. ഏതാണ് ഫസ്റ്റ് എവിടെയാണോ ഐറ്റത്തിനോട് ഈക്വലായിട്ട് വരുന്നത് അവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുക. അറേ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അത് ഇൻഡെക്സ് എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് ഫോർ ലൂപ്പ് നമ്മൾ അറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഒരു കണ്ടീഷൻ ശരിയല്ലെങ്കിൽ നമുക്ക് അറേ ഇല്ലയെന്ന് റിട്ടേൺ ചെയ്യണം. അതിന് നമുക്ക് റിട്ടേൺ -1 കൊടുക്കാം. -1 കൊടുത്താൽ ഇപ്പം 0 അല്ലെ വേറെ വാല്യൂ കൊടുത്താൽ അത് ഇൻഡെക്സ് ആണെന്ന് പറയാൻ പറ്റും. അറേൻ്റെ 0 to അങ്ങോട്ടേക്ക് പോകുന്ന വാല്യൂല്ലാം ഇൻഡെക്സ് ആണ്, നമ്പറാണ്. -1 ഇൻഡെക്സ് അല്ല, അതുകൊണ്ടാണ് -1 കൊടുത്തത്.
ഇനിയിപ്പോൾ അറയിലുള്ള ഒരു വാല്യൂ അടിയാം 10 40. നമുക്ക് സോർട്ടഡ് ആക്കണമെന്നില്ല. ഞങ്ങൾ ബൈനറി സെർച്ച് അടിക്കുമ്പോൾ അത് സോർട്ടഡ് ആക്കണം. അതൊക്കെ ബൈനറി സെർച്ചിൻ്റെ ഒരു വീഡിയോ പറഞ്ഞുതരാം. 34 25. നമുക്കിപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാണ്? 3 6 അത് പാരാമീറ്റർ ആയിട്ട് ഇതിൻ്റെ സൈസ് കൊടുക്കണം. സൈസ് ഈക്വൽ ടു ലെങ്ത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സൈസ് കണ്ടുപിടിക്കാം അറേൻ്റെ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഏത് ഐറ്റം ആയിട്ട് കണ്ടുപിടിക്കണ്ടേ? നമുക്കൊരു ഐറ്റം ഈക്വൽ ടു ഒരു ഇവിടെ 53 ഉണ്ട്. 53 കൊടുത്തു നോക്കാം. ഇതിന് കോൾ ചെയ്ത് നോക്കാം. റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ അസൈൻ ചെയ്യാൻ പറ്റും. ചെയ്യാം. സെർച്ച് സെർച്ച് അറിയണ്ട്. അതിൻ്റെ സൈസ് കൊടുക്കാം പാരാമീറ്ററായിട്ട്. അതുപോലെ തന്നെ ഐറ്റം കൊടുക്കാം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഈ ഐറ്റം നമുക്ക് നോക്ക്, ഇതിപ്പോൾ ഇൻഡെക്സ് കിട്ടും. ഈ ഐറ്റം ഈ റിസൾട്ട് -1 ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാം നമുക്ക്? ഈ റിസൾട്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ ഐറ്റം പ്രസൻ്റ് അല്ല എന്നറിയാം. പ്രിൻ്റ് ഐറ്റം ഈസ് നോട്ട് പ്രസൻറ്റ് എന്നറിയാം. ഇപ്പം അതല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് പറയാം ഐറ്റം ഈസ് പ്രസൻറ്റ് എന്നറിയാം. പ്രസൻറ്റ് അറ്റ് ഒരു ലൊക്കേഷൻ എന്തായിരിക്കും? റിസൾട്ട് എന്ന് കൊടുക്കുക. റിസൾട്ട് അല്ല ലൊക്കേഷന്. ഓക്കെ, ഇവിടെ നോക്ക്. ഓക്കെ, 53 ഇസ് പ്രസൻറ്റ് അറ്റ് 44. 1 2 3 4 0 0 1 2 3 4 നാലാമത്തെ ലൊക്കേഷനിലാണ് അറിയുള്ളത്. നമുക്കിപ്പോൾ ഇൻഡെക്സ് 4 കറക്റ്റ് ലൊക്കേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് +1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലൊക്കേഷൻ കറക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, 5 കിട്ടും. ഓക്കെ, 5 കിട്ടി. അപ്പോൾ 1 2 3 5-ാമത്തെ ലൊക്കേഷനിലാണ് ഈ 53 ഉള്ളത്. അതിനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ ചെക്ക് ഈ അറയിൽ ഇല്ലാത്ത വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. 100 ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ടോ. 100 ഈസ് നോട്ട് പ്രസൻറ്റ് എന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ബൈ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇനി ഇതുപോലത്തെ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓരോ വീഡിയോ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.